ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മത്തി മാങ്ങ ഇട്ട് മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി വെക്കാനാണ്. നമുക്കത് പെട്ടെന്ന് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കതിന് വേണ്ടുന്ന ചേരുവകൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഇതാ ഞാൻ കുറച്ച് മത്തി കഴുകി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുറിച്ച് കഴുകി വെച്ചതാണ്. അതിനുശേഷം ഇതാ അതിൽ ചേർക്കാൻ ഒരു മാങ്ങ ചെത്തി വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ഒരു ചെറിയ 2-3 കഷ്ണം മുരിങ്ങക്കായും കൂടിയുണ്ട്. പിന്നെ ഇതാ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് തേങ്ങയും ജീരകവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് അരച്ചെടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിനായിട്ടൊരു സ്റ്റൗവിൻ്റെ മേലെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊരു ചെറിയ ടീസ്പൂണിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിതാ ഒരു ചെറിയ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി തീർന്നു. നമുക്കതിലേക്ക് കുറച്ച് അരിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മാങ്ങയും മത്തിയെല്ലാം വേവാനുള്ള വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് ഇടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ മാങ്ങ കഷ്ണം ഇതും കൂടി ഇട്ട് കൊടുക്കാം. അതിനിടയ്ക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വിട്ടുപോയതാണ് വീഡിയോ പിടിക്കാൻ. അപ്പോൾ ആ ചാറിൽ എല്ലാം നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേന് നമുക്കതൊന്ന് മൂടി വെക്കാം. ഇത് നല്ലപോലെ കുറച്ച് പകുതിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കഴുകി പെറുക്കി വെച്ച മത്തിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പാകത്തിനുള്ള വെള്ളമുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവട്ടെ. നമ്മുടെ കറിയുടെ നല്ല വെന്ത് വരുന്നുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം. അതിൽ നമുക്ക് നമ്മൾ വറവിലാണെന്നല്ല ചെയ്തിനി, എന്നാലും നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നനച്ച് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കിയിട്ട് ഉണ്ടാവും. നമ്മുടെ മാങ്ങ മത്തിക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ.